നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. രാജീവ് ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി ജന്മദിനാഘോഷവും ആർദ്രം പുരസ്കാര ജേതാക്കൾക്ക് ആദരവും സംഘടിപ്പിച്ചു. വാഴപ്പള്ളി സഹാരി ഹോട്ടലിൽ നടന്ന ചടങ്ങ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി ജന്മദിനാഘോഷവും ആർദ്രം പുരസ്കാര ജേതാക്കൾക്കുള്ള ആദരവും സംഘടിപ്പിച്ചു. വാഴപ്പള്ളി സഹാരി ഹോട്ടലിൽ നടന്ന ചടങ്ങ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും അദ്ദേഹം നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനകൾ ഈ ലോകമുള്ളിടത്തോളം, നമ്മുടെ രാജ്യമുള്ളിടത്തോളം സ്മരിക്കപ്പെടുന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിവിഗതികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു യാഥാർത്ഥ്യമായി രാജ്യത്ത് പുതിയ പ്രതീക്ഷകൾ പകർന്നു നൽകിക്കൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മതേതര ജനാധിപത്യ വിശ്വാസികൾ ഇന്ന് ആ ഒരു പ്രതീക്ഷയിലുമാണ് നിൽക്കുന്നത്. ഞാൻ ഓർക്കുന്നു, മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ നേതാവ് ശ്രീ P. ചിദംബരം രാജ്യസഭയിൽ നടത്തിയ ഒരു പ്രസംഗം. ആ പ്രസംഗം പലതും കൊണ്ടും ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ രാജീവ് ഗാന്ധി അനുസ്മരണം നടത്തി. സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം പുരസ്കാരത്തിന് ജില്ലാ പഞ്ചായത്തിനെ പ്രാപ്തമാക്കിയ 2022-23 വർഷത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസിനെയും, സംസ്ഥാന തലത്തിൽ നഗരസഭാ വിഭാഗത്തിൽ 3ാം സ്ഥാനത്തിന് മൂവാറ്റുപുഴ നഗരസഭയെ സജ്ജമാക്കിയ ചെയർമാൻ PP എൽദോസിനെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടനെയും ചടങ്ങിൽ ആദരിച്ചു. രാജീവ് ഗാന്ധി സ്റ്റഡി സെന്റർ പ്രസിഡന്റ് A. മുഹമ്മദ് ബഷീർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മാത്യു കുൾനാടൻ MLA മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ ജെയ്സൺ ജോസഫ്, KP ധനപാലൻ, UDF മൂവാറ്റുപുഴ നിയോജകമണ്ഡലം ചെയർമാൻ KM സലീം, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ സാബു ജോൺ, സുഭാഷ് കടയ്ക്കോട്, രാജീവ് ഗാന്ധി സ്റ്റഡി സെന്റർ സെക്രട്ടറി എൽദോ ബാബു വട്ടക്കാവൻ, വൈസ് പ്രസിഡന്റ് PR പങ്കജാക്ഷൻ എന്നിവർ പങ്കെടുത്തു. ഓണം വരുന്നേ! ഈ ഓണത്തിന് പാം ടൈൽസ് പാർക്കിൽ ഓഫറുകളുടെ മഹാത്ഭുതം. പാം ടൈൽസ് പാർക്ക്, പായിപ്ര റോഡ്, ചെറുവട്ടൂർ ആൻഡ് ബൈപ്പാസ് റോഡ്, കോതമംഗലം.